ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി മൊമെന്റ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിറർ വെച്ചിട്ടൊരു കമ്മലാണ് കേട്ടോ. മിററും കുന്തൻ സ്റ്റോണും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കമ്മലാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്ലാസ് ഷീറ്റിൽ ആ ഒരു മിറർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാനിതോടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കിനി ഈ കുന്തൻ സ്റ്റോണ് അതിൻ്റെ ഈ മിററിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു മിററാണ് കേട്ടോ. ഞാൻ കുറച്ച് വലിയ കമ്മലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വലിയ മിറർ വാങ്ങിച്ചത്. അപ്പം ഇതേപോലെ കുന്തൻ സ്റ്റോൺ 4 ഭാഗത്തും വെച്ച് കൊടുക്കുക. മിറർ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കമ്മലുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കമ്മലിനുള്ള സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റഡാണ്. അപ്പോൾ സ്റ്റഡിന് ഞാൻ ഈ ഒരു കുന്തൻ സ്റ്റോൺ തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. സെൻറ്ററിൽ ഒരു സ്റ്റോൺ വെച്ച് അതിൻ്റെ 4 ഭാഗത്തും ഓരോ കുന്തൻ സ്റ്റോൺ വീതം വെച്ച് കൊടുത്തു. അപ്പം സ്റ്റഡ് ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. സ്റ്റഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ്. ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കത്രിക വെച്ചിട്ട് നമുക്ക് അതിൻ്റെ 4 ഭാഗത്തുള്ളത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ആ ഒരു മുക്കും മൂലയൊക്കെ വരുന്ന ഭാഗത്ത് കത്രിക നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കതിന് ആ ഒരു ത്രെഡർ ഉപയോഗിക്കാം കേട്ടോ. ത്രെഡർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ആ ഒരു മുക്കും മൂലയൊക്കെ ഒന്ന് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നല്ല ഷാർപ്പാണ് കേട്ടോ ഈ ത്രെഡർ. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാ കോണും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്ക് പിന്ന് വെക്കണം. അപ്പോൾ ബാക്ക് പിന്ന് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്ക് പിന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ സ്റ്റഡിൽ. അപ്പം ഞാൻ വീഡിയോ കാണിക്കുന്നത് പരമാവധി വീഡിയോ ലെങ്ത്ത് കുറച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ബാക്ക് പിന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വാക്സ് ഷീറ്റ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ബാക്കിൽ. അപ്പോൾ വാക്സ് ഷീറ്റ് ഞാൻ അളവിനെടുത്ത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഒട്ടിച്ചിട്ട് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ത്രെഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര ഷാർപ്പാണിത്. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് പോരും. കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ ടൈം നമുക്ക് ലാഭം കിട്ടി ഇത് വെച്ച് കട്ട് ചെയ്താൽ കേട്ടോ. അത്ര വലിയ വിലയൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത് ഉപയോഗിക്കാത്തവരൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അപ്പം അത് കട്ട് ചെയ്ത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കമ്മലിൻ്റെ ഹാങ്ങിങ്ങിനായിട്ടുള്ള ആ ഒരു കുങ്കുരു സ്റ്റോണില്ലേ, അത് വെക്കാനുള്ള ഐപ്പിന്നാണ് ഇട്ടത്. അപ്പം ഞാൻ ഐപ്പിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ഭാഗം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിലും കുറച്ചിട്ട് എടുത്തിട്ടുള്ളൂ. എന്നാൽ 1/4 ഭാഗമല്ല, അത്രയും ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഐപ്പിന്നെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഐപ്പിന്നൊന്നും എടുത്തിട്ടില്ല. ഞാനൊരു 5 ഐപ്പിന്ന് വീതം തൂങ്ങിക്കിടക്കേണ്ട രീതിയിലാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. അപ്പം ഐപ്പിന്ന് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഐപ്പിന്ന് ഇങ്ങനെ കിടത്തി വെക്കാൻ പാടില്ല. അതിൻ്റെ ആ ഒരു ഹുക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗം ഇങ്ങനെ നാട്ടി നിൽക്കുന്ന രീതിയിൽ കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ കുങ്കുരു തൂക്കിയിടുന്ന സമയത്ത് കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു വാക്സ് ഷീറ്റ് അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കമ്മലും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്ക് പിന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിലും കൂടെ വാക്സ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ മുകൾ ഭാഗത്ത് നമ്മളുടെ സ്റ്റഡ് തൂക്കിടാനായിട്ടുള്ള മുകൾ ഭാഗത്ത് നമ്മളൊരു ഐപ്പിന്നെ സെറ്റാക്കി വെക്കണം കേട്ടോ. താഴെയുള്ളതുപോലെ താഴെ ഞാൻ 5 എണ്ണം വീതം വെച്ചിട്ടുള്ളത് 2 കമ്മലിനും. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ, അത് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ആ കുങ്കുരു അതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലെയർ വെച്ചിട്ട് നമുക്കതൊന്ന് അമർത്തി കൊടുക്കാം. അപ്പം അത് സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കമ്മൽ. വലിയ സിമ്പിളായിട്ട് എടുക്കേണ്ടതൊന്നുമല്ല, എന്നാൽ കുറച്ചൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഐപ്പിന്ന് വെച്ച് കൊടുക്കുന്നതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അത് നല്ലോണം പശ നല്ല പോലെ ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമുക്ക് പ്ലെയർ ഉപയോഗിച്ചിട്ട് അത് ആ ഒരു ഹുക്ക് അകത്താനൊക്കെ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഐപ്പിന്ന് ഇങ്ങോട്ട് ലൂസായി പോരും. ഓക്കെ, അപ്പം ഞാനിത് സ്റ്റഡ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഐപ്പിന് കൊടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പം ഞാനതിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് കമ്മൽ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ കമ്മൽ ഉണ്ടാക്കിയ പാടെ അടുത്തൊരാൾ വന്നിട്ട് എൻ്റെ കയ്യിൽ വെച്ചിരണം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോളുടെ കയ്യിലും കൂടെ ഒന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കമ്മൽ കേട്ടോ. അപ്പോൾ ഇഷ്ടമായോ ഇല്ലേ എനിക്കൊന്ന് അറിയിക്കുക. നിങ്ങളുടെ ഒപ്പീനിയനും എല്ലാം ഒന്ന് അറിയിക്കുക കമൻ്റായിട്ടും. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഈ കുഞ്ഞിക്കൈയിൽ ഈ കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് ഒന്ന് അറിയിക്കണം കമൻറ്റിൽ കൂടെ കേട്ടോ. പിന്നെ അതേപോലെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഈ കമ്മലിൻ്റെ 4 ഭാഗത്തും കുറച്ച് കുങ്കുരൂടെ വെച്ചുകൊടുക്കായിരുന്നു തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ. എന്നാൽ ഒന്നുകൂടെ ഭംഗി കിട്ടും. അപ്പം ഞാനിത് വെച്ചത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.